തൃശൂർ മണലൂരിലെ അഗതി മന്ദിരത്തിൽ കഴിയവേ മരിച്ച അരിമ്പൂർ കൈപ്പള്ളി സ്വദേശി തോമസിന്റെ മൃതദേഹം വീടിനുള്ളിലേക്ക് കയറ്റാനാകാതെ പുറത്തു കിടത്തിയ സംഭവത്തിൽ റിപ്പോർട്ട് തേടി തൃശൂർ ജില്ലാ കളക്ടർ. ജില്ലാ സാമൂഹ്യനീതി ഓഫീസറോടാണ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ മണലൂരിലെ അഗതി മന്ദിരത്തിൽ കഴിയവെയാണ് പ്ലാക്കൻ തോമസ് മരിച്ചത്. മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ മകനും മരുമകളും ചേർന്ന് വീട് പൂട്ടിപ്പോയതിനെ തുടർന്ന് വീടിനകത്ത് കയറ്റാൻ കഴിയാതെ പുറത്തുവച്ച മൃതദേഹം മണിക്കൂറുകൾക്ക് ശേഷമാണ് പള്ളി സെമിത്തേരിയിൽ എത്തിച്ച് സംസ്കരിച്ചത്. അരിമ്പൂരിലെ തീപ്പെട്ടി കമ്പനിയിലെ തൊഴിലാളിയായിരുന്നു തോമസ്. കഴിഞ്ഞ ഡിസംബറിലാണ് മകൻ ജെയ്സണും ഭാര്യയും ചേർന്ന് മർദ്ദിക്കുന്നതായി കാണിച്ച് തോമസും ഭാര്യ റോസ്ലിയും അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവരെ മണലൂരിലും കാരമുക്കിലുമുള്ള അനാഥ മന്ദിരങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു. തോമസും ഭാര്യ റോസ്ലിയും മാസങ്ങളായി വ്യത്യസ്ത അനാഥ മന്ദിരങ്ങളിലാണ് താമസിച്ചു വന്നിരുന്നത്. ബുധനാഴ്ച പുലർച്ചെ മണലൂരിലുള്ള അനാഥാശ്രമത്തിൽ വച്ച് തോമസ് മരണപ്പെടുകയായിരുന്നു. മൃതദേഹം ബന്ധുക്കൾ ചേർന്ന് കൈപ്പള്ളിയിലുള്ള വീട്ടിലെത്തിക്കുന്നതിനു മുൻപേ മകനും മരുമകളും വീട് പൂട്ടിയിട്ട് സ്ഥലം വിടുകയായിരുന്നു. തോമസിന്റെ ഭാര്യയും മകളും ബന്ധുക്കളും അടക്കം വീട്ടുമുറ്റത്ത് മൃതദേഹവുമായി 6 മണിക്കൂറോളം ഇരുന്നു. മകനുമായി പലരും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരുന്നതിനാൽ നടന്നില്ല. തുടർന്ന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ എറവ് സെന്റ് തെരേസസ് കപ്പൽ പള്ളി സെമിത്തേരിയിൽ എത്തിച്ച് തോമസിന്റെ മൃതദേഹം ആചാരപ്രകാരം സംസ്കരിക്കുകയായിരുന്നു.